എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. നമ്മളൊരു ഉള്ളിവടയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസ്ഡ് സവോള എടുത്തിട്ടുണ്ട്. ഇത് കനം കുറച്ച് ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കുറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ കറക്റ്റ് അളവിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് വല്ലാണ്ട് ഉപ്പ് കഴിക്കാൻ തുടങ്ങും. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് നമുക്കിതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്ത കാരണം ഉള്ളിയിലുള്ള ഈർപ്പമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഉള്ളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. വെള്ളം ഇറങ്ങിയതിന് ശേഷം മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഈ മാവെല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. നമുക്ക് ആദ്യം ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ള് സോഡാപ്പൊടി. നമുക്ക് ഈ ഉള്ളിവടയുടെ അകത്ത് ഉള്ളി നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ സോഡാപ്പൊടിയുടെ അളവ് കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു അളവായിരിക്കും കറക്റ്റ്. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഈ പെരിഞ്ജീരകം അല്ലെങ്കിൽ പകരം അയമോദകം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഉള്ളിവടയ്ക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ദഹനത്തിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകത്തുമില്ല. കടലമാവ് വെച്ചിട്ടാണ് വട ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയമോദകം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന കാരണം പുറമേ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. ഇതിപ്പോൾ യോജിപ്പിക്കുമ്പോൾ തന്നെ അറിയാം ഇതിൽ മാവ് കുറച്ച് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ബാക്കിയുള്ള മാവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള മാവുണ്ട്. എല്ലാ ഉള്ളിയിലും മാവൊക്കെ നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിനകത്തോട്ട് 1-2 തുള്ളി വെള്ളം തളിച്ചു കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് ടൈറ്റായിട്ടാണ് കുഴച്ചെടുക്കുന്നതെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പം അകം വേവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ കൈകൊണ്ട് എടുക്കുമ്പോൾ എല്ലാം കൂടി നന്നായിട്ട് കൂടി യോജിച്ച് വരുന്നുണ്ട്. ഇത് മതിയാവും. നമുക്കിനി ഇതൊരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് എണ്ണ വെച്ച് അതൊന്ന് ചൂടായിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചുവട് കട്ടിയുള്ള പാത്രത്തിൽ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള എണ്ണയും വേണം. ഇനി നമുക്കിതിലോട്ട് ഓരോ ഉരുളകളായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുമൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ വടയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ക്രിസ്പി ആയിട്ടുള്ള വട വേണമെങ്കിൽ നമ്മളിത് ഉരുട്ടിയിടുന്നതിന് പകരം കൈകൊണ്ടൊന്ന് പരത്തിയിട്ടിട്ടാൽ മതിയാവും. ഇത് പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അകത്തൊന്ന് സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്